ഇന്നൊരു തനി നാടൻ ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് മുതിര എരിശ്ശേരി. മുതിരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് മുതിര. ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. അതായത് കൊളസ്ട്രോൾ പേഷ്യൻറ്റിനും ഡയബറ്റിക് പേഷ്യൻറ്റിനുമൊക്കെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് മുതിര. ഇവിടെ മുതിര എരിശ്ശേരിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു 3/4 ഗ്ലാസ് മുതിര എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ അതിനെ കുതിർത്ത് വയ്ക്കുക. അതിന് ശേഷം ഇതിന് വേണ്ടുന്ന കഷ്ണങ്ങൾ തയ്യാറാക്കാം. മത്തങ്ങ, ചേമ്പ്, ചേന, ഏത്തങ്ക, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം മത്തങ്ങ അരിഞ്ഞ് അത് മാറ്റി വയ്ക്കുക. ചേനയും ചേമ്പും ഒക്കെ പ്രത്യേകം അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഏത്തങ്കായും പ്രത്യേകം മാറ്റി വയ്ക്കുക. അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് കഴുകി വയ്ക്കുക. ഇവിടെ ചേന അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അത് അടുപ്പിൽ വെച്ച് അത് നന്നായിട്ട് തിളപ്പിക്കുക. അത് തിളപ്പിച്ച് അതൊന്ന് ഊറ്റി കളയുക. അതിനുശേഷം അതിന് മാറ്റി വയ്ക്കുക. ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് കുതിർത്ത് വച്ചിരിക്കുന്ന മുതിര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് വയ്ക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ ഇത് അടുപ്പിൽ വെച്ച് വേവിക്കുക. അതിനുശേഷം ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കണം. ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിൽ ഒരു 8 കഷ്ണം വെളുത്തുള്ളി തൊലിച്ചിടുക. പിന്നെ ഒരു 3/4 സ്പൂൺ ജീരകപ്പൊടി ഇതിലേക്ക് ഇടുക. ഇതിനാവശ്യമായ തേങ്ങ അതും കൂടിയിട്ട് 1-2 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുക. കൂടുതൽ അരയാൻ പാടില്ല. അതും അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ കുക്കറിൽ വെച്ചിരിക്കുന്ന മുതിര നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. മത്തനും ഏത്തങ്കായും ചേനയും കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം ഇതിനാവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷമാണ് ചേമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചേമ്പ് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അത് വെന്തങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം അത് വേവിച്ചതിന് ശേഷം മാത്രമാണ് ചേമ്പിട്ടത്. അതിന് ശേഷം ചേമ്പ് വേവിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം അത് നന്നായിട്ട് തിളപ്പിക്കുക. തേങ്ങയുടെയൊക്കെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ അടുപ്പിൽ വെച്ച് അതിനെ നന്നായിട്ട് തിളപ്പിക്കുക. കഷ്ണങ്ങളെല്ലാം വരുന്നതുകൊണ്ട് അരപ്പ് മാത്രം ഒന്ന് അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറി കിട്ടിയാൽ മതി. അതുകൊണ്ട് കുറച്ച് നേരം തിളപ്പിക്കുക. അതിനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടിയൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇത് കഞ്ഞിക്കും ചോറിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതിനുശേഷം ഇത് ഒന്ന് വറുത്തിടണം തേങ്ങ. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉണക്കമുളകും ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നൊരു ചെറിയൊരു ഗോൾഡൻ കളറാവുന്നവരെ അതൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തേങ്ങ അതും ഇട്ട് നന്നായിട്ട് ഇളക്കുക. തേങ്ങയുടെ ഒരു ബ്രൗൺ കളറാവണം അതുവരെ തേങ്ങ ഒന്ന് വറുത്തെടുക്കുക.
വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, എന്നാലേ അതിന് എരിശ്ശേരിക്ക് നല്ല മണം കിട്ടുള്ളൂ. കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. തേങ്ങ കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ശേഷം കുറച്ചുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ അടിപൊളി എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. മുതിരയിട്ട് വെച്ചാണെന്ന് പറയുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. വൻപയറും പയറും ഒക്കെ ഇട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് മുതിരയിട്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.